മരിക്കും. സമ്മതിക്കില്ല. ഗജപ്രോടെ അച്ചായ തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. ഞാൻ തന്നെ പറഞ്ഞതാ. പറയാൻ പോലും നാണായതുകൊണ്ടാ എഴുതി കാണിച്ചത്. സാറിന്റെ പരീക്ഷാഫലം വന്നിട്ടുണ്ട് പേപ്പറിൽ. അച്ചായന്റെ നമ്പറിന്റെ അക്കം പോലും പേപ്പറിലങ്ങ് വന്നിട്ടില്ല. കാണാൻ വഴിയില്ലല്ലോ. പരീക്ഷ എഴുതിയിട്ട് വേണ്ടേ പേപ്പറിൽ നമ്പർ വരാൻ? അപ്പൊ പരീക്ഷ എഴുതിയില്ലേ? ഏയ്, പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ എന്തെങ്കിലും ദേവേട്ടനെ കൊണ്ട് പാർട്ടി നടത്തിച്ചോ? അതുകൊണ്ട് ഇന്നലെ പാർട്ടി നടന്നു. അയ്യേ, ഇനി ദേവേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അതിനെന്താ? തന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ എങ്ങനെ നോക്കും? എനിക്കല്ലേ ചമ്മല്. എന്റെ അച്ചായനായി പോയില്ലേ? ചമ്മല് മാറുന്നവരെ നിന്റെ അച്ചായൻ അല്ലാന്ന് പറഞ്ഞു. സിമ്പിൾ. അച്ചായനല്ലെന്ന് പറയണം. നാളല്ലോ വെയിലത്ത് കൊണ്ട് നിർത്തിയിട്ട് വെറുതെ വേലി കൊള്ളാതെ തള്ളത്തോട്ട് എങ്ങനെ മാറി നിൽക്കും. അവൻ റെഡിയായിട്ട് വരട്ടെ. എടാ സ്വാമിക്കൊണ്ടേ വരുന്നുണ്ട്. ഒന്ന് വേഗം വാടോ. ദേ ഇത് വെയിലത്ത് നിന്ന് കരിയുന്നു. ഇനി വേണിയമ്മാൾ ചിരിച്ച് സന്തോഷമായിട്ട് ശകുനം വന്നാട്ടെ. ഇടോ ശകുനമ്മമാളെ, യവനമല്ല ഡോക്ടറെ കാണിക്കും. അത് തന്നെ എന്റെ അഭിപ്രായം. അച്ചായോ, എടാ ഇതെന്ത് പറ്റി ഇവിടെ വന്ന് കുത്തിരിക്കാൻ? ഓ, ഞാൻ അറിഞ്ഞുവല്ല. രാവിലെ ഫിഫി വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഒക്കെ മുഖത്ത് നോക്കാൻ ഒരു നാണക്കേടും തോന്നില്ലേ? ഓ, എന്തിന് അമ്മാളെ? ഈ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വളരെ സ്ട്രിക്റ്റ് ആയ ബോർഡിംഗ് ഗ്രേ ഇല്ലായിരുന്നു പഠിത്തം. എപ്പ പുസ്തകം തുറന്നാലും ഡാഡിയും ബെറ്റാൻഡിയും തമ്മിലുള്ള വഴക്ക ഓർമ്മ വരുന്നു. അപ്പൊ അടച്ചോ, പിന്നെ ഒരു ശീലമായി. പുസ്തകം തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ദേവേട്ടനെ വെച്ച് സ്കോച്ച് അടിക്കാൻ വേണ്ടിയല്ലേ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് കള്ളം പറഞ്ഞു? ആ ആരോപണം ശരിയല്ല. കടമായിട്ട് 5 പൈസ തന്നില്ലെങ്കിലും 500 രൂപയുടെ മദ്യം തരാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്റെ ഡാഡി പട്ടാളം ഉൾപ്പെടെ. ഇനി എന്താ പരിപാടി? അമ്മാള് പറയുന്നതൊക്കെ ചെയ്യാവേ. ഒരുപാട് റിഹേഴ്സൽ നടത്തി ഒരിക്കലെടുത്തൊരു രംഗാണിതെന്ന് തോന്നല്ലോ. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, കാമുകൻ സ്റ്റൈലിലുള്ള ഡയലോഗും വലത്തെ തോളിനൊരു ചരിവും. ശരിക്കും അതെ അമ്മാളെ. ഒരു കവിത ഉൾപ്പെടെ 3-4 ലവ് ലെറ്റേഴ്സും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം. കാലത്തെ ഊരാതച്ചായ. തമാശയല്ല, ഞാൻ വളരെ സീരിയസ് ആണ്. മെനക്കേടാക്കരുത്. അച്ചായന് പ്രേമോ? ഒരു കവിത ഉൾപ്പെടെ 3 ലവ് ലെറ്റേഴ്സ് റെഡിയാക്കിയിട്ടുണ്ടെന്ന്. പറയാൻ പറ്റത്തില്ല വേണി. ഇത്രയും നാളായിട്ട് അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഓ എന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും ആള് വെറും പാവാ. എന്താ ആലോചിക്കുന്നേ? ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു. അച്ചായൻ വേണിയെ കല്യാണം കഴിക്കുന്നതും വേണി ഞങ്ങളുടെ പട്ടാള വീട്ടിൽ താമസമാക്കുന്നതും എനിക്കിഷ്ടമാണ് കേട്ടോ. നമുക്ക് രണ്ടുപേർ കൂടെ അച്ചായനെ അറ്റാക്ക് ചെയ്യാലോ. അയ്യോ, അപ്പൊ എന്റെ പാവ രാമസ്വാമിയാണ് ഒറ്റയ്ക്കായി പോവില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഫിസിമോൾ ഇങ്ങോട്ട് വരാം. ഒരു കാര്യം ഉറപ്പാ, ഈ തടിയന്മാരുടെ ഇടയിൽ നിന്ന് വിളയ്ക്കണമെങ്കിൽ നമ്മൾ രണ്ട് സംഘടിച്ചേ പറ്റൂ. എടോ, MS സുബ്ബലക്ഷ്മിയുടെ ഒരു സ്റ്റൈലും കീർത്തനം ഇട്ടാട്ടെ. ഐശ്വര്യമുള്ള ഒരു പട്ടത്തിയുടെ മുഖം വരയ്ക്കണമെങ്കിൽ അവരുടെ പാട്ട് വരണം. ദേവേട്ടൻ എന്റെ അമ്മയുടെ പടം വരച്ചോണ്ടിരിക്കുക. അയ്യോ ദേവേട്ടാ, എന്റെ മമ്മിയുടെ പടം കൂടെ ഒന്ന് വരച്ചു തരുമോ? ഇതൊന്ന് കഴിയട്ടെ വെച്ചേ. ഒരു കാര്യം ചെയ്യും, നിത്യവിശുദ്ധയാം കന്യാമറിയം എന്നുള്ള ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം സംഘടിപ്പിച്ച് വെച്ചു. തന്റെ മമ്മിയുടെയും പടം വരച്ച് കൈ തരാം. മമ്മിയുടെ പടം വരച്ചു കൊടുക്കപ്പെടും, ആളുടെ മമ്മിയുടെയും പടം വരച്ചു കൊടുക്കപ്പെടും. ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. HM എത്തിയിട്ടില്ല. HM ഹോം മിനിസ്റ്റർ എത്തിയിട്ടില്ല. 1 മണിക്കൂറാവും. അതിന് ഞാൻ എന്താ വേണം? നമുക്കൊരു കാപ്പ് കുടിക്കാം. എന്താ? എന്തിന്? എടാ, മിനിസ്റ്റർ ഒരാൾ കാര്യം നടക്കൂ. അയ്യോടാ, നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട. നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി. സർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സാർ? ഇത്രേ ഉള്ളൂ കാര്യം. എടാ, ഇത് സെക്രട്ടേറിയറ്റ് ആണ്, കാളച്ചന്തല്ല. നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അയ്യോടാ, ഒരു മിനിസ്റ്റർ, ഒരു ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ. അതെ, പോണം. പൊയ്ക്കോ. പോകുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ടെടുത്തോ രാമേന്ദ്രന്റെ അടുത്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പസം തെറ്റും. ഇടാ, അതിന് നിങ്ങളുടെ ഇരിപ്പത്തിനാ തെറ്റുന്നത്. ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇടാ, ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ, വെരി ക്ലോസ്. ചുരുക്കത്തിൽ സംഗതി നടക്കുകയല്ലെന്നർത്ഥം.
ഒരിക്കലും ഇല്ല. റീത്ത നടന്നോളൂ, ഞാൻ വരാം. നീ ഇവിടെ വെയിറ്റ്. ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ്. അല്ലേ വേണ്ട, നീ കോപ്പി വെച്ച് വെയിറ്റ്, ഞാൻ അവിടെ വരാം. അല്ലേ വേണ്ട, ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത്. പോടാ. വെയിൽ കൊള്ളണ്ട, കറുക്കും. യൂസ് ഡെൽറ്റ ക്രീം. ഏതാ ഈ പുതിയ കുസുമോ? എന്താ മണപ്പിക്കാൻ തോന്നുന്നു? വിരോധമില്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല. ഒന്ന് എണീറ്റേ. ആ, എണീക്ക്. ഓക്കേ. ആ മഡ്ഗാർഡ് ഊരിക്കെ. ഊരി. അയ്യടാ, കണ്ടേച്ചാലും മതി. മണപ്പിക്കാൻ വരുന്നോ? ഹായ് സുധു ഡാർലിംഗ്. വണക്കം വേണിയമ്മ. ഇങ്ങോട്ടാ കാലത്ത് കോഴിയൊക്കെ ആയിട്ട്. ചുക്കർക്കിടക ഡാം ആൻഡ് ഡ്യൂ. ന്യൂ കുക്ക് അറൈവ്ഡ്. മിസ്റ്റർ ഫെലിക്സ് സ്റ്റാൻസിലാവ്സ് ലാബ്രഡോർ ഫ്രം ഗോവ. നമ്മുടെ ഹോട്ടൽ പുതിയ മുഖം തേടുന്നു. ആ സുധു, വെയിറ്റേഴ്സിന് ആവശ്യമുണ്ടോ? ആ. ദാ 3 എണ്ണം. യവന്മാർ ഇവിടുത്തെ സ്ഥിരം വെയിറ്റേഴ്സാ. ഓൾവേസ് വെയിറ്റിംഗ് ഫോർ നത്തിങ്. യവന്മാരെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കണ്ട. യവന്മാർ ഇവിടെ ഇരുന്ന് വേരും നാരായ പേരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും. ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുവഴി പോകുമ്പം പതുക്കെ കൊണ്ട് ചായ അങ്ങനെ ചാഞ്ഞ് 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 യവന്മാരെ ഫോറസ്റ്റുകാർ വെട്ടിക്കളെ അതോടെ തീരും. ആ സുധു, വൈകിട്ട് വീട്ടിൽ ഷട്ടിൽ കളി തുടങ്ങും. വരുവോ? ഷുവർ, ഐ എം എ ബോൺ ഷട്ടിൽമാൻ. പറ്റേ. ഓക്കേ. ദേവേട്ടാ. ആ ആഹാ. എങ്ങനെയുണ്ടാ സ്വാമി കുഴന്തേ? ഉം. നീ മനസ്സുകൊണ്ട് ഇതൊരു അഗ്രഹാരമായി കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞില്ലേ, ഞാനിതിനെ ഒരു ഒന്നാന്തര അഗ്രഹാരമാക്കി കൈ തരാം. ഉം. ആ പോയ കാര്യം എന്തായി? അവനെ കൊണ്ടൊന്നും നടക്കുകയല്ല ദേവേട്ടാ. ആ അവനെ റീത്തെ കണ്ടപ്പം അവളുടെ കൂടെ അങ്ങ് പോയി. പിന്നെ ഞാൻ സെക്ഷനിൽ പോയി അന്വേഷിച്ചു. താമസിയാതെ വിളിക്കുന്ന അറിഞ്ഞേ. ദേവേട്ടാ, ആ? വേറൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ടിരുന്നേ. ആ. വേണിക്കൊരു കല്യാണാലോചന. ആഹാ. രാമസുബ്രഹ്മണ്യം എംകോങ്കാരനാ. ഒരു ഡിമാൻഡും ഇല്ല. കണ്ടാ കൊള്ളാവുന്ന പെണ്ണായിരിക്കണം. എന്താ ജോലി? ബാങ്കിലെ മാനേജരാ. ഉം. ജാതകം വരെ ഞാൻ വാങ്ങിച്ചു. നമുക്കൊന്ന് ആലോചിച്ചാലോ ദേവേട്ടാ? ആലോചിക്കാവുന്ന കേസാ. അവളുടെ ജാതകം എടുപ്പില്ലേ? ഉണ്ട്. ആ, കൈയോടെ കൊണ്ടുപോയി പൊരുത്തം നോക്കിച്ചോ, വിട്ടുകളയണ്ട. വേണി ആ എടാ, അവളിവിടെ ഇല്ല. ഫിഫിയുടെ കൂടെ പുറത്തേക്ക് പോയതാ. പുറത്തേക്ക് പോയോ? ആ, പുറത്തെവിടെ? എന്തോ തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഫിഫിയുടെ വീട്ടിൽ കാണും. നീ വന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞില്ലോ അവള് പോകുന്ന കാര്യം. നീ പോയി കഴിഞ്ഞല്ലേ ഫിഫി വന്നത്. ദേവേട്ടൻ എന്തിനാ വിട്ടത്? അവൾ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കല്ലേ. രണ്ടുപേരും കൂടെ ചാപ്പാടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നീ പോയി വിളിച്ചോണ്ട് വന്നാൽ മതി. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല. വരുമ്പോ വരട്ടെ. തോന്നിയ മാസം കൂടെ കൂടുന്നുണ്ട്.